എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. റെയിൻബോ ടിവിയുടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 22-ാം വാർഡ് കീരിക്കരയിലാണ്. ഇവിടെ 4 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഒന്ന് UDFൻ്റെ, LDFൻ്റെ, BJPയുടെ ഒപ്പം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ, ഇവർ ഈ വാർഡിൽ ഏതൊക്കെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ രീതിയിൽ നടത്തും എന്നുള്ളതാണ് നമ്മളിപ്പം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നോക്കുന്നത്. ആദ്യം നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ KK സുരേന്ദ്രൻ, UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2015 തെരഞ്ഞെടുപ്പിൽ 22-ാം വാർഡിൽ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അന്ന് LDFിനൊപ്പമായിരുന്നു. ഇന്ന് നേരെ തിരിച്ച് UDFിനൊപ്പം UDFൻ്റെ കൈപ്പത്തി അടയാളത്തിലാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ KK സുരേന്ദ്രന് സീറ്റ് കൊടുത്തു എന്നാരോപിച്ചുകൊണ്ടാണ് ഗബീർ താന്നിമുട്ടിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇവിടെ റിബലായിട്ട് മത്സരിക്കുന്നത്. അപ്പം അദ്ദേഹത്തും കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. കൂടാതെ BJPക്ക് വലിയ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വാർഡ് കൂടിയാണ് 22. അപ്പം BJPക്ക് ഏത് രീതിയിലുള്ള സാധ്യതയാണ്, BJP എത്തിയാൽ ഏത് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ കഴിയും, അതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഭൂപതി രാജ എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. അപ്പം LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് D സുന്ദരരാജാണ്. അദ്ദേഹം 2011 ഉള്ള ഭരണസമിതിയോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരെ ആകുകയും ചെയ്തതാണ്. വേറൊരു സംഭവം നമുക്ക് പറയാനുള്ളത്, യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് ഈ നമ്മുടെ ഈ മേഖലയിൽ എത്രമാത്രം പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിട്ടുണ്ട് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ KK സുരേന്ദ്രനിലേക്ക് പോകുന്നു, 22-ാം വാർഡിൽ നിന്ന്. നാടിനൊരു തെരാളി പോരാളി, നാടിൻ വികസനങ്ങൾ കാണണ്ടേ, ഓരോ വോട്ട് നിങ്ങൾ തന്നോളൂ. നമ്മളിപ്പം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടന്നിരിക്കുകയാണ്. റെയിൻബോ ടിവിയുടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ വാർഡിലും ചെന്ന് ആ വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ട് അവരുടെ ഏത് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ ആരായുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ സാധ്യത എന്താണ്, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എന്താണ് നടത്തേണ്ടത് എന്നുകൂടി, ഇവർ വരികയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും, കഴിഞ്ഞ പ്രാവശ്യം നിന്നുള്ള മെമ്പർമാർ നടത്താത്തത് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ആരായുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 22-ാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 22-ാം വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണി, അതായത് കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശ്രീ KK സുരേന്ദ്രനാണ്. KK സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഞാൻ ഐക്യജനാധിപത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് 22-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. എനിക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്നു. ഞാൻ 2-3 ദിവസമായി ആ വാർഡിലെ ജനങ്ങളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിൽ ആ മേഖലയിൽ കീരിക്കര ഡിവിഷൻ എന്ന് പറയുന്ന മേഖല ഭയങ്കര ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അത് ഏറ്റവും പ്രശ്നമായിട്ട് ഞാനിന്ന് പോയപ്പോഴത്തേന് കണ്ടത് ഈ 14 മുട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേന് റോഡ് സൗകര്യമില്ല, കുടിവെള്ളമില്ല, വീടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പണ്ടത്തെ രീതിയാണ്. ഇപ്പോഴും അവിടെ ഒരു പുതുമ വന്നിട്ടില്ല. ആ മേഖലയിൽ 35-40 കുടുംബക്കാർ താമസിക്കുന്നുണ്ട്. അവർ ഒരു പഴയ മോഡലിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അവർക്കെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തന്നെ ഇന്ന് ചെന്നപ്പോഴത്തേന് ഒരു 200 രൂപ കൊടുത്ത് ഒരു ഓട്ടോയ്ക്ക് പോകേണ്ടത് 1000 രൂപ മുടക്കി ജീപ്പ് പിടിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. എന്നുവെച്ചാൽ നടന്നു പോയാൽ ഒരുപാട് തേയിലക്കാട്ടിൽ പണത്തിൽ കൂടെ കയറി പോകണം. അതുകൊണ്ടാണ് ഞാൻ വണ്ടി വിളിച്ച് പോകുന്നത്. എനിക്കതില്ല പ്രദേശം അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എത്തിപ്പെട്ട് പോകുന്ന വഴി ജീപ്പിലിരുന്നപ്പം തന്നെ ഈ കാട് 2 സൈഡിൽ കൂടെ കാട് വന്ന് വനം കയറിയും കിടക്കുക. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ, കൊച്ചുകുട്ടികളും സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ 3-3.5 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോകുന്നത്. അതുങ്ങൾക്ക് അവിടെ ചെന്ന് എത്തിച്ചേരാനോ, അതുങ്ങൾ ഒറ്റയ്ക്കൊരു പെങ്കൊച്ച ആ വഴിയോ കയറി വരാനോ, ഒരു കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോകാനോ, ഒരു അംഗൻവാടി അടുത്തില്ല, ഒരു നഴ്സറി സ്കൂൾ അടുത്തില്ല. അത് ഒരു സൗകര്യമില്ലാത്തൊരു മേഖലയാണ്. അതുപോലെ തന്നെ ചന്ദ്രവന ഒറ്റ ലയത്തിൻ്റെ അടുത്ത് അവിടെ പോയി, അവിടെ എഷഡ് ലയമാണെങ്കിലും അവിടെയുള്ള ആൾക്കാർക്ക് എന്താ പറയുന്നത്, അവർക്കൊരു താമസ സൗകര്യം ശരിക്കൊന്നുമില്ല. പിന്നെ അവർക്ക് അവിടെങ്ങളിൽ വീടാണെങ്കിൽ നമ്മുടെ സർക്കാർ ഇഷ്ടം പോലെ വീടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും വീടിന് അർഹതപ്പെട്ട ആൾക്കാരുണ്ട്, വീടും സ്ഥലവും ഇല്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ റോഡ് സൗകര്യം ഇല്ലാത്തവരുണ്ട്. ഇപ്പോഴും കുടിവെള്ളം ഓരോ വീട്ടുകാരും
1000 രൂപ 1500 കൊടുത്ത് വണ്ടിക്കിറക്കിയ ഈ മഴ സമയത്ത് പോലും വെള്ളം എത്തിക്കുന്നത്. എല്ലാ വീട്ടിലും മഴവെള്ളമാണ്. എല്ലാ വീട്ടിലും ഡ്രമ്മ് വാങ്ങിച്ച് വെച്ചിട്ട് മഴവെള്ളം പിടിച്ച് വെച്ചിരിക്കുക. വരുന്ന വേനൽക്കാലത്തേന് വെള്ളം സ്റ്റോറേജ് വെച്ചിരിക്കുക. അലക്കുന്നതും കുളിക്കുന്നതൊക്കെ വെള്ളം ഈ ലിറ്റർ കണക്കിൽ അളന്നാണ് അവർ കല്യാണം നയിക്കുന്നത്. ഇടപെടുകയാണ്. അപ്പം എന്തായാലും അവിടെ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നാണ് മെമ്പർ പറയുന്നത്. വേറൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ 22-ാം വാർഡിൽ നിന്നും കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവരവിടെ കൃത്യമായിട്ടുള്ള വികസന പ്രവർത്തനം നടത്തിയിട്ടില്ലേ? അതെന്താണ് അതിൻ്റെ ഒരു എങ്ങനെയാണ് പറയാനുള്ളത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മെമ്പർമാരാണ് അതിനും പോയി അതിനും 10 പ്രാവശ്യം നിന്നത്. അവർ പറയുന്നത് അതെ ഈ വർഷം ഫണ്ട് കുറവായിരുന്നു. ഞങ്ങൾക്ക് വളരെ ഫണ്ട് കുറവായിരുന്നു. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഫണ്ട് കുറഞ്ഞേ കിട്ടിയുള്ളൂ. കിട്ടിയ ഫണ്ട് വെച്ച് മാക്സിമം എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് എന്നാണ് ആ മെമ്പർമാർ പറഞ്ഞിരുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേനും വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കെ സുരേന്ദ്രൻ അവരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവർ ഏത് രീതിയിലാണ്? അപ്പോൾ അത് 3 ടൈമുകളായിട്ട് അവിടെ കോൺഗ്രസ് ആയിരുന്നു ആ വാർഡിൽ മെമ്പറായിട്ട് മെമ്പറെ ജയിപ്പിച്ചു വിട്ടത് ആളുകൾ. അപ്പം വീണ്ടും നമ്മൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? അത് തരണം ചെയ്യാനായിട്ട് കഴിയുമോ നമുക്ക് ഈ പ്രാവശ്യം? അവിടുത്തെ ഞാൻ 22-ാം വാർഡിലാണ്, പഴയ 22, ഇപ്പോഴത്തെ 23-ാം വാർഡിലാണ് എൻ്റെ താമസം. ഞാൻ അവിടെ ഇലക്ഷന് മത്സരിക്കുന്ന ഇത് വന്നത് തന്നെ അവിടുത്തെ വോട്ടർമാർ എന്നെ കാണുകയും എന്നോട് വന്ന് നിങ്ങളവിടെ മത്സരിക്കണമെന്നും നിങ്ങൾ മത്സരിച്ചാൽ ഞങ്ങളെല്ലാം കൂടെ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാമെന്നും ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത്തെ 22-ാം വാർഡ് രംഗത്തേക്ക് പോയത് തന്നെ. അതെ അല്ലേ? അപ്പം അത് ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ വാർഡിൽ കെ സുരേന്ദ്രന് സീറ്റ് നൽകിയതിൽ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആളുകൾ രാജിവെച്ച് പുറത്തുപോയി എന്നുള്ളൊരു വാർത്ത വരുന്നു. അല്ല, അതിനെപ്പറ്റി പറയുമ്പോൾ ഞാനൊരു ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ ആ വാർഡ് കമ്മിറ്റിയോട് ഇങ്ങനെ അവിടുത്തെ ആൾക്കാർ എന്നോട് ഇലക്ഷന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഇലക്ഷനിലൊരു അഭിപ്രായമുണ്ട്, അവിടെ നിങ്ങളെല്ലാം ചേർന്ന് സഹകരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം എന്ന് ആ വാർഡ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ഞാൻ പറയുകയും അവരത് ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് കെ സുരേന്ദ്രൻ നമ്മുടെ വാർഡിലൊക്കെ വന്ന് വരികയും അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ അത് തുടർന്ന് പലപ്പോഴും പോവുകയൊക്കെ വരുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ വാർഡ് കമ്മിറ്റി അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് എനിക്കത്ര ശരിയായിട്ടൊന്നും തോന്നുന്നില്ല. വാർഡ് കമ്മിറ്റി ഞാനോട്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ വാർഡിലെ വോട്ടർമാർ കൈപ്പത്തി ചിഹ്നത്തിന് മറക്കത്തില്ലെന്നാണ് എൻ്റെ ഉറപ്പ്. അല്ലേ? അപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിലെ വോട്ട് ചെയ്ത് കെ സുരേന്ദ്രനെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് വേറെ കാര്യം കൂടി ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ മെമ്പറായിരുന്നല്ലോ. അതെ, അപ്പം നമുക്ക് കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ച് LDF വന്നു. പിന്നെ അങ്ങനെയാണല്ലോ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്നാ പറയുന്നത്? വീണ്ടും നമുക്ക് UDF വന്നിരിക്കുന്നു. UDF നിന്നാണ് ഇനി ഇപ്പം മത്സരിക്കുന്നത്. കഴിഞ്ഞ 2015 മത്സരത്തിൽ 22-ാം വാർഡായിരുന്നു അന്നത്തെ പള്ളിക്കട വാർഡ്. അന്നേരം എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ എനിക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞു. സീറ്റ് കിട്ടാമെന്നപ്പോഴത്തേന് അവിടുത്തെ വോട്ടർമാരുടെ ഒരു അഭ്യർത്ഥന പ്രകാരം അവർ പറഞ്ഞു, ഒരു കാര്യം കെ സുരേന്ദ്രൻ ഈ പ്രാവശ്യം ഒരു പാർട്ടിയും ഇല്ലാതെ നിൽക്കുക, നമുക്ക് ജയിച്ചിട്ട് നമുക്ക് ആ ജയിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ മെമ്പറായി കഴിഞ്ഞ് നമുക്ക് അന്നേരം ആലോചിച്ചിട്ട് അന്നേരം ഏതാ പാർട്ടി നമുക്ക് ഉചിതമായിട്ട് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് പ്രകാരം ഞാൻ അന്ന് PR അയ്യപ്പൻ, മറ്റേ സുദർശനൻ, ചന്ദ്രൻകുട്ടി, അന്നും ഈ കബീർ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എതിരായിട്ട് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച് അന്ന് ഞങ്ങൾ 5 പേര് മത്സരിച്ചപ്പോഴാണ് അവിടെ ഏതാണ്ട് 1200 വോട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ വോട്ടിലും ഞാൻ എൻ്റെ രണ്ടാമത് നിന്ന സ്ഥാനാർത്ഥിയേക്കാളും 93 വോട്ട് ലീഡ് ചെയ്താണ് ഞാൻ ജയിച്ചത്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണേലും കെ സുരേന്ദ്രനെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നെ ജയിപ്പിച്ചു വിട്ടു. ഞാൻ അവരവിടെ നിന്നുകൊണ്ട് ആ മാക്സിമം എൻ്റെ 5 വർഷം കൊണ്ട് ആ നാട്ടിലെ ഏതാണ്ട് ഉദ്ദേശം എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എങ്കിലും ഞാനൊരു 164 പേർക്കോളം വീടുകൾ സർക്കാരിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് വീട് വാങ്ങിച്ചു കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതുപോലെ തന്നെ റോഡ്, ഞാൻ ചെല്ലുന്ന കാലത്ത് കുറുക്കാസിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 110-ൻ്റെ അങ്ങേറ്റത്ത് എൻ്റെ 5 കിലോമീറ്ററുള്ള ഉദ്ദേശമുണ്ട്. അത് ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ റോഡൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. റോഡൊന്നും പറയാൻ പറ്റാത്തില്ല, നടന്നു പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ആ കയറിയ കാലം മുതൽ പിന്നെ സർക്കാരിൽ നിന്നും വാങ്ങിച്ചെടുക്കാവുന്നത് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP എല്ലാവരുടെയും ഫണ്ട് ഉദ്ദേശിച്ച് അവിടെ മാക്സിമം ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ വോട്ടർമാർ പറഞ്ഞ പോലെ തന്നെ വികസനം എത്തിച്ചെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇത്തവണയും ജനവിധി തേടുമ്പോൾ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്?
ഇവിടുത്തെ വോട്ടർമാരോട് നമുക്ക് എന്താണ് പറയാൻ? ഈ വർഷം ഇപ്പം നിൽക്കുന്നത് ഞാൻ 22-ാം വാർഡ് കീരിക്കലിലാണ് മത്സരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ അവരെല്ലാം എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കും എന്നാണ് എൻ്റെ ഒരു പരിപൂർണ അഭിപ്രായം. അതോടുകൂടി തന്നെ എന്നെ വിജയിപ്പിച്ച അവിടുത്തെ ജനങ്ങൾ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ 24 മണിക്കൂറും അല്ലെങ്കിൽ 5 വർഷക്കാലവും അവരുടെ കൂടെ ഞാൻ അവരുടെ കുടുംബത്താംഗങ്ങളെ പോലെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്യുകയും അവരിലുള്ള ഒരാളായി അവർ പറയുന്നത് അവരുമായിട്ടൊക്കെ ആലോചിച്ച് അവിടുത്തെ ജനങ്ങൾ ആലോചിച്ച്, അല്ലെങ്കിൽ ഞാൻ മാത്രം പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ റോഡ് തരാം, കുടിവെള്ളം തരാം, വീട് തരാൻ പറയാൻ പറ്റില്ല. സർക്കാരിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുമോ അത് മാക്സിമം ഞാൻ അവിടെ അതിന് വേണ്ടപ്പെട്ടവരുമായിട്ട് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അവിടുത്തെ ഗ്രാമസഭകളുണ്ട്, അവിടുത്തെ ജനങ്ങളുണ്ട്, പല മതക്കാരുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ച് എല്ലാവരുമായിട്ട് ഒരു പിണക്കമൊന്നും വരാതെ എല്ലാവരുമായിട്ട് സഹകരിച്ച് അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കണം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കീരിക്കരയാണ്, 22-ാം വാർഡ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ. നമ്മളോടൊപ്പം ഉള്ളത് LDF സ്ഥാനാർത്ഥി ശ്രീ D. സുന്ദർരാജ്. കഴിഞ്ഞ 2011 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഇവിടെ തന്നെ വാർഡ് മെമ്പർ ആവുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. വികസന പ്രവർത്തനത്തിന് ഒരു തുടർച്ച എന്ന വണ്ണമാണ് LDF വീണ്ടും ഇദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഇലക്ഷൻ വർക്ക് നടക്കുന്നത്, നമുക്കൊന്ന് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. പറഞ്ഞു പിടിച്ച കോഴിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം. ഇത് കിട്ടും. 2000 മുതൽ 2005, 2015 വരയ്ക്കും വിവിധ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വാർഡിലെ അന്ന് 18-ാം വാർഡായിരുന്നു. ആ 18-ാം വാർഡും മൂങ്കളാർ വാർഡും 1-ാം വാർഡുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഫണ്ടിരുന്ന് തന്നെ മ്ലാമല മുസ്ലിം പള്ളി ഭാഗത്ത് വണ്ടി പോകുന്ന രൂപത്തിൽ പാലം നിർമ്മിക്കാൻ കഴിഞ്ഞു. ആ പാലം നിർമ്മിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ കുട്ടികൾ അന്ന് വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ആണ് ആ പാലം അവിടെ നിർമ്മിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചന്ദ്രവണം ഭാഗത്ത് 2005 തന്നെ പാലം പോകുന്ന രൂപത്തിൽ പണിതു. എന്നാൽ വണ്ടി പോകാവുന്ന രൂപത്തിൽ റോഡുകളില്ല, അപ്രോച്ച് റോഡില്ല. അത് ഞാൻ ഇപ്പം ഈ വാർഡിൽ ജയിച്ചു വന്നാൽ ആ അപ്രോച്ച് റോഡും കൂടി അവിടെ ഉണ്ടാകുകയും ആ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായി ഡൈമോക്ക്, മോങ്കലാർ, ചെങ്കര പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി സൗകര്യം പോകുന്ന രൂപത്തിലുള്ള പാലം കൂടി പണിതു കൊടുക്കും. അതോടൊപ്പം ഈ വാർഡിൽ നിരവധി പാലങ്ങൾ ഇവിടെ പണിതിട്ടുണ്ട്. കണ്ണാടിമഠം, അതുപോലെ തന്നെ ഈറ്റക്കാണം, അതുപോലെ കീരിക്കരയും ഡൈമുക്കുമായി ബന്ധിപ്പിക്കുന്ന നടപ്പാലം. അതുപോലെ ഈ മേഖലയിൽ ഈ വാർഡിൽ 2005 ഇവിടെ തൊഴിൽ പരിശീലനം കൊടുത്തിരുന്നു. യുവാക്കൾക്കും അതുപോലെ യുവതികൾക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ പോളിടെക്നിക്കുകളുടെ നേതൃത്വത്തിൽ നിരവധി കോഴ്സുകൾ ഇവിടെ നിന്ന് കൊടുക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ആ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായി ഇന്ന് ഓരോരുത്തരും അത് ജീവിത മാർഗമായി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കീരിക്കര മേഖലയിൽ കുടിവെള്ളം നേച്ചർ ഫ്ലോയിൽ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മ്ലാമല പ്രദേശത്ത് ഫാക്ടറി ഭാഗത്ത് കുളം കുത്തുകയും ആ മുസ്ലിം പള്ളി ഭാഗം വരയ്ക്കുള്ള കുടിവെള്ളവും അവിടെ ഞാൻ കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കറണ്ട് ഇല്ലാത്ത മേഖലയായിരുന്നു ചന്ദ്രവനം പ്രിയദർശിനി കോളനി. അവിടെ കറണ്ട് കൊടുക്കാനും എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ ജയിച്ചു വന്നാൽ ഈ വാർഡിൽ കിടക്കുന്ന ആ പദ്ധതികൾ വീണ്ടും അത് പുനരുപ്പിക്കും എന്നും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കളമൊന്നും ഇല്ല. അവരെ ഈ കളിക്കളം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അവരുടെ കായിക രംഗത്തിൽ അവർ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ കളിക്കളം മ്ലാമല സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തനം കൂടി ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ടൂറിസത്തിന് മുൻതൂക്കം കൊടുക്കും. ടൂറിസത്തിൻ്റെ മുൻതൂക്കം കൊടുക്കുന്ന പറഞ്ഞാൽ പോർട്ട് സർവീസ് വരയ്ക്ക് നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതും കൂടി പ്രയോജനപ്പെടുത്തുന്ന രൂപത്തിൽ ചെയ്യാനും
ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും.